അങ്ങനെ 2025 ഡിസംബർ എത്തി. ഇനി ഈ മാസം നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാന്ന് നോക്കാം. സോ 5 ഡിസംബർ 5 ഒരുപാട് റിലീസുകളുണ്ട്. അതിലാദ്യം തന്നെ കളങ്കാവൽ എന്ന നമ്മുടെ മമ്മൂക്ക ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ഒരുപാട് റിലീസ് ഡേറ്റ് മാറ്റിയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഇറങ്ങേണ്ട പടമായിരുന്നു. കഴിഞ്ഞതും അതിന് മുമ്പത്തെയൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ റിലീസ് ഡേറ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ വിനായകനും മമ്മൂക്കയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നു. നമുക്കൊരു വില്ലൻ റോളിലാണെന്നൊക്കെ നമുക്ക് ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണെന്നൊക്കെ നമുക്ക് ഇതിനെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. സോ പടം എങ്ങനെയുണ്ട് നമുക്ക് ഈ 5 ഇന്നറിയാം. ഇത് കഴിഞ്ഞ് ഇതേ ദിവസം തന്നെ 5 തന്നെ 'ദുരന്തർ' എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഹിന്ദിയിലെ ഒരു വലിയ സിനിമയാണെന്ന് പറയാം. രൺവീർ സിംഗ് നായകനാകുന്ന ഒരു സിനിമ ബഡ്ജറ്റിൽ മാത്രമല്ല അതിന്റെ റൺ ടൈമിലും ഭയങ്കര വലുതാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ ഇതുവരെയുള്ള ഏറ്റവും ഹൈയസ്റ്റ് ലെങ്ത് ഉള്ള പടാണെന്നുള്ളത് കേട്ടിട്ടുള്ളത്. അറൗണ്ട് ഒരു 3 മണിക്കൂർ 32 മിനിറ്റ് എന്തോ ഉണ്ട്. സോ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിലൊന്നാണ്. ഒരുപാട് ടൈം നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ വേറെ എവിടെയോ ഒരു ട്രോളോ അങ്ങനെ എന്തോ കേട്ടു. കാരണം ഈ പിവിആറിലൊക്കെ കണ്ട അതിന്റെ 20 മിനിറ്റ് ആഡും ദെൻ ഒരു 20 മിനിറ്റ് ബ്രേക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 4 മണിക്കൂർ എന്തോ വരും ഈ ഒരു പടം മുഴുവൻ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ. ദെൻ ഇതേ ദിവസം തന്നെ തെലുങ്കിൽ നിന്നും ബാലയ്യ ചിത്രമായ 'അഖണ്ഡ 2' പുറത്തിറങ്ങുന്നുണ്ട്. ഫസ്റ്റ് പടം ഞാൻ റോസ്റ്റ് ചെയ്ത പടമാണ്. ചിലപ്പോൾ കുറേ പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സെക്കൻഡ് അതിൽ കാണിച്ചതിന്റെ അപ്പുറത്തുള്ള മാസാണ് ഇതില് ട്രെയിലറൊക്കെ കാണുന്നത്. ഭയങ്കര ഓവറായിട്ടുള്ള കുറേ സാധനങ്ങൾ. ഈ പടം വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ തമന്റെയൊക്കെ നല്ല പട്ടപ്പം മ്യൂസിക്കൊക്കെ ഉണ്ടാവുന്നുള്ളത് തീർച്ചയാണ്. ദെൻ 'പൊങ്കാല' എന്ന് പറഞ്ഞൊരു സിനിമ ശ്രീനാഥ് മാസിയുടെ പടം മലയാളത്തിൽ നിന്നും ഇതേ ദിവസം തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ഇതേ ദിവസം തന്നെ 'ധീരൻ' എന്ന് പറഞ്ഞൊരു മലയാള ചിത്രം ഇന്ദ്രജിത്ത് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 'കിൽ ബില്ലി'ന്റെ 'ദി ഹോൾ ബ്ലഡ് അഫയേഴ്സ്' എന്ന് പറഞ്ഞൊരു സിനിമ. അതായത് നമ്മുടെ 'കിൽ ബില്ല്' പഴയ ടാരന്റീനോയുടെ പടമായ 'കിൽ ബിൽ' അതിന്റെ 1 ആൻഡ് 2 വോളിയം 1 ആൻഡ് 2 ആയിട്ടായിരുന്നു മൂപ്പര് പുറത്തിറങ്ങിയത്. അന്നത്തെ കാലത്ത് തന്നെ 2 പാർട്ട് പടം. കിടിലൻ പടമാണ്. വേറെ ലെവല് സാധനമാണ്. അത് ഞാനൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല. പലരും കണ്ടിട്ടുണ്ടാവില്ല. അത് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരമാണ്. അത് 2 കൂടി മെർജ് ചെയ്ത് നമ്മളിപ്പോൾ 'ബാഹുബലി എപ്പിക്' എന്ന് പറഞ്ഞ് ഇറക്കിയില്ലേ 1ഉം 2ഉം കൂടി. അതേപോലെ തന്നെ 'കിൽ ബിൽ 1 ആൻഡ് 2' വോളിയം 1 ആൻഡ് 2 കൂടി മിക്സ് ആക്കിയിട്ട് 'ദി ഹോൾ ബ്ലഡ് അഫയേഴ്സ്' എന്ന് പറഞ്ഞ് പുതിയൊരു സിനിമയായിട്ട് തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ഉമാ തുറമുൻ്റെയൊക്കെ പീക്ക് ടൈമിൽ നിന്ന ടാരന്റീനോയുടെയൊക്കെ തന്നെ പീക്ക് ടൈമിൽ നിന്നൊരു സാധനം. സോ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടാണ്. അതും അൺറേറ്റഡ്, അൺകട്ടഡ് വെർഷനൊക്കെയാണ് കാണാൻ പോകുന്നത്. അതായത് നമുക്ക് കട്ടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് വയലന്റ് ആയിട്ടുള്ള അഡീഷണൽ സീനുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയിലുണ്ടാവും. അറൗണ്ട് ഒരു 4 മണിക്കൂർ 26 മിനിറ്റോ അങ്ങനെ എന്തോണ് റൺ ടൈം കണ്ടത്. അപ്പോൾ ഒരു 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 ഫുൾ ഡേ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ പടത്തിന് വേണ്ടി. പക്ഷേ അൺഫോർച്യുനേറ്റ്‌ലി ഞാൻ നോക്കിയതിനനുസരിച്ച് എവിടെയും ഇന്ത്യയിൽ ഇപ്പൊ ഇതുവരെ ഞാൻ റിലീസ് കണ്ടില്ല. ഇനി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ വലിയ വലിയ സെന്റേഴ്സിലൊന്നും എവിടെയും കണ്ടില്ല. എന്താ അവസ്ഥാന്നറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇനി അടുത്ത ആഴ്ച ഇറങ്ങുന്നുണ്ടാവും. ഡിസംബർ 7 ആപ്പിൾ ടിവി പ്ലസിലൂടെ 'ദി വാർ ബിറ്റ്വീൻ ദ ലാൻഡ് ആൻഡ് ദി സീ' എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതിന്റെ പേര് തന്നെ ഭയങ്കര വലുത്. പക്ഷേ കണ്ടിട്ടും എനിക്ക് ഇതിന്റെ ഒരു ഒരു ക്രിഞ്ച് സാധനമാണെന്നൊക്കെ തോന്നി. പക്ഷേ അവസാനമാണ് ആപ്പിൾ ടിവി പ്ലസ് എന്ന് കണ്ടത്. അവരങ്ങനെ വെറുതെ അലമ്പായിട്ടുള്ള സാധനങ്ങളൊന്നും അധികം എടുക്കാറില്ല. അപ്പൊ നോക്കാം എന്താവും അവസ്ഥ എന്നുള്ളത്. ദെൻ 10 പേഴ്സി ജാക്സൺ ആൻഡ് ദി ലൈറ്റ്നിംഗ് തീഫ് പേഴ്സി ജാക്സൺ ആൻഡ് ദി ഒളിമ്പ്യൻസ് എന്ന് പറഞ്ഞ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സീരീസ് ഉണ്ടായിരുന്നു. ലൈറ്റ്നിംഗ് തീഫ് മറ്റേ പടാണ് സിനിമ. അത് പിന്നെ ഒരു റീബൂട്ടൊന്നും കണ്ടില്ല. സോ ഈ സീരീസ് അത് ആക്ച്വലി അതിന്റെ ഫസ്റ്റ് സീസൺ വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു കമ്മിങ് ഓഫ് ഏജ് പോലെ പുതിയൊരു കാസ്റ്റിനെ വെച്ച് ഒരു ഒരു മെനയുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതൊന്നായിരുന്നു പേഴ്സി ജാക്സന്റെ ഫസ്റ്റ് സീസൺ. അതിന്റെ സെക്കൻഡ് സീസൺ ഈ 10 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 11 നെറ്റ്ഫ്ലിക്സിലൂടെ 'മാൻ വേഴ്സസ് ബേബി' എന്ന് പറഞ്ഞ ഒരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി റോവാൻ ആൻഡ് കിഡ്സിന്റെ നമ്മുടെ മിസ്റ്റർ ബീന്റെ 'മാൻ വേഴ്സസ് ബി' എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സീരീസ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഒരു ചെറിയ ഒരു സിനിമ കാണുന്ന ടൈമിലുള്ള ഒരു അരമണിക്കൂറുള്ള ഒരു 3, 4 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു സാധനമായിരുന്നു. അതിന്റെ ഒരു സീക്വൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അതേ മോഡിലുള്ള ഒരു സ്റ്റാൻഡ് അലോൺ പോലെയുള്ള ഒരു സാധനമാണ് 'മാൻ വേഴ്സസ് ബേബി' എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നത്. 11 ആയിരിക്കും ഇത് പുറത്തിറങ്ങുക. ദെൻ ഡിസംബർ 12 നമ്മുടെ 'സമ്മർ ഇൻ ബത്ലഹേം' ഉണ്ടല്ലോ പഴയ പടം. അതിന്റെ റിലീസ് ഉണ്ട് 4K അറ്റ്മോസ് വെർഷൻ. ദെൻ ഇതേപോലെ തന്നെ നമ്മുടെ 'കല്യാൺ രാമന്റെ' ഒക്കെ 4K വരുന്നുന്നൊക്കെ കേട്ടു. ഇതൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു റിലീസ് ഐറ്റംസ്. നമ്മള് ക്രൗഡായിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയതായിട്ട്. നമുക്ക് ഈച്ച് ആൻഡ് എവരി ലൈൻ നമുക്ക് അറിയുമെങ്കിലും നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്ത എവർഗ്രീൻ പടങ്ങളിലൊന്നാണ്. സോ 'സമ്മർ ഇൻ ബത്ലഹേം' 12 ഇറങ്ങും. ദെൻ നെറ്റ്ഫ്ലിക്സിലൂടെ 'വേക്ക് അപ്പ് ഡെഡ് മാൻ' എന്ന് പറഞ്ഞ നൈസ് ഔട്ടിന്റെ ഏറ്റവും പുതിയ പടം പുറത്തിറങ്ങുന്നത്. നൈസ് ഔട്ട് ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ ഒരു 3ാമത്തെ പടം എന്തോ ആണ്. സോ ഡാനിയൽ ക്രൈഗ് ആ ഡിറ്റക്റ്റീവായിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരു പടമായിരിക്കും. നമ്മുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ മറ്റേ 'ഗ്ലാസ് ഒനിയനോ' അങ്ങനെ എന്തോ ഒരു പടം. ദെൻ ഫസ്റ്റത്തെ നൈസ് ഔട്ട് എല്ലാം തന്നെ
നൈസ് പടമായിരുന്നു. നൈസ് ഷോട്ടൊക്കെ തന്നെ. കാർത്തിയുടെ വാ വാദിയർ എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. ഇതിന്റെ ടീസറും ട്രെയിലറും അധികം ഞാൻ കണ്ടില്ല. പക്ഷേ ഇതിന്റെ റിലീസ് ഡേറ്റ് ഇതുപോലെ പുഷ് ചെയ്ത് വന്നതാണ്. ഐ തിങ്ക് ഈ വർഷം ഇറങ്ങില്ലാന്ന് ഞാൻ വിചാരിച്ച ഒരു പടം കൂടിയായിരുന്നു. ഇതിപ്പോ ഈ വർഷം തന്നെ ഇറങ്ങുന്നുണ്ട്. ഡിസംബർ 12-ാം തീയതി തന്നെ. ദെൻ 12-ാം തീയതി തന്നെ ഹണി റോസിന്റെ റേച്ചൽ എന്ന് പറഞ്ഞൊരു മലയാള ചിത്രവും തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. 17-ാം തീയതി ഫാൾ ഔട്ടിന്റെ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ. ഫാൾ ഔട്ടിന്റെ സീസൺ 1 ഗംഭീരമായിരുന്നു. സീസൺ 2 അതിന്റെ ബാക്കി, കാരണം ആമസോണിൽ അധികം നല്ല സീരീസൊക്കെ ഒന്നും കാണാറില്ല. കൂടുതൽ നെറ്റ്ഫ്ലിക്സിലും ഈ ആപ്പിൾ ടി പ്ലസിലും എച്ച്ബിഒയിലൊക്കെയാണ് വരാറ്. പക്ഷേ ഇതൊരു ഗെയിം ബേസ്ഡ് സീരീസ് ആയിരുന്നു. അത് ഒരു നല്ലൊരു പ്രോപ്പർ അഡാപ്റ്റേഷൻ ആയിരുന്നു എന്ന് പറയാം. എന്താണ് ഗെയിം, അതിൻ്റെ ഒരു സോൾ എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഫാൻസിനെയും ഒരു പരിധി വരെ തൃപ്തിപ്പെടുത്തിയൊരു സാധനമായിരുന്നു ഫാൾ ഔട്ട് സീസൺ 1. സീസൺ 2 അതേപോലെ നമുക്ക് പ്രോഗ്രസ് ചെയ്ത് നോക്കാം. ആമസോൺ പ്രൈം വീഡിയോയിലായിരിക്കും ഇതിൻ്റെ എല്ലാ എപ്പിസോഡും 17-ാം തീയതി പുറത്തിറങ്ങുക. ദെൻ 18-ാം തീയതി മലയാളത്തിൽ നിന്നും ഈ വർഷം ഇറങ്ങുന്ന ഏറ്റവും വലിയ സിനിമകളിലൊന്നായ ബബ്ബബ്ബ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ദിലീപേട്ടനും ലാലേട്ടനൊക്കെ ഒരു ക്യാമിയോ റോളിലൊക്കെ വരുന്ന ഭയഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ ഒരു മാക് എന്റർടൈനർ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ട്രെയിലറും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. സോ ഒരു ഫൺ ഫിൽഡ് റൈഡ് ആയിരിക്കും തന്നെ തീർച്ച. ഭയങ്കര പ്രതീക്ഷയും ഈ ഒരു സിനിമ കാണാൻ. ഐ തിങ്ക് ഒരു ഫാൻ ഷോ ഒക്കെ കാണാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അല്ലാണ്ട് ഈ വർഷം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം അടുത്ത മാസം നമ്മുടെ വിജയ് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒരു ഫാൻ ഷോയ്ക്ക് പോവുക. ഈ മാസം വേറെ പടങ്ങളിലൊന്നും പോകാനില്ല ഫാൻ ഷോ. ഇതിന് കൺഫേം. ദെൻ ഇതേ ദിവസം തന്നെ ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ പ്രദീപ് രംഗനാഥന്റെ പടം. ഓൾറെഡി പ്രദീപിന്റെ ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് OTT-ലും കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പരവൂക്കായിരുന്നു പടത്തിന്. കുറേ പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. കാരണം ഈ ഒരു ആക്ടറിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മാനസും അങ്ങനത്തെ കാണാൻ ദെൻ ഈ സിനിമയെ കുറച്ചും കൂടി എക്സൈറ്റ് ആക്കുന്നത് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് വിഘ്നേഷ് ശിവനാണ്. ദെൻ കൃതി ഷെട്ടി, എസ് ജെ സൂര്യ തുടങ്ങി ഒരു വലിയ കാസ്റ്റ് ഉണ്ട്. എസ് ജെ സൂര്യ പ്ലസ് പ്രദീപ് രംഗനാഥ്, അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഒരു സൈഫൈ കോമഡി എന്നൊരു ജോണറിലും കൂടി ഒരു സിനിമ എന്നും കേട്ടിട്ടുണ്ട്. കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. കണ്ടുവെക്കാം. 18-ാം തീയതി ആയിരിക്കും, അതായത് ബബ്ബയുടെ കൂടെ ആയിരിക്കും ഈ സിനിമ പുറത്തിറങ്ങുക. ദെൻ 19-ാം തീയതി അവതാർ ഫയർ ആൻഡ് ആഷ് പുറത്തിറങ്ങുന്നുണ്ട്. അവതാർ ഫ്രാഞ്ചൈസിലെ 3-ാമത്തെ പടം. ഐ തിങ്ക് ദ ലീസ്റ്റ് ഹൈപ്ഡ് അവതാർ പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ മറ്റേ ഇതിന് മുമ്പ് ഇറങ്ങിയ അവതാർ 2 വേ ഓഫ് വാട്ടറിന് ഇതിനേക്കാൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിന് അതിൻ്റെതായ ബഡ്ജറ്റും ഉണ്ടായിരുന്നു. അത് തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യത്തിൽ പക്ഷേ ഡൗട്ടാണ്. കാരണം ഇങ്ങനൊരു പടം ഇറങ്ങുന്നുണ്ടെന്ന് പോലും കുറേ പേർക്ക് അറിയില്ല. അവതാറോ? അവതാറൊക്കെ ഇറങ്ങുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ്. എനിക്ക് അറിയില്ല ഇത് പബ്ലിസിറ്റിയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പോയോ? പേഴ്സണലി എനിക്ക് വേ ഓഫ് വാട്ടറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ആദ്യത്തെ അവതാറിൻ്റെ ഒരു ഇമ്പാക്റ്റും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും ഇല്ല. ഒരുപക്ഷെ അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഫയർ ആൻഡ് ആഷും പുതിയൊരു ട്രൈബിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യാമറോൺ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സക്സസിനെ വെച്ച് ബേസ് ചെയ്ത് മാത്രമേ ഇനി ബാക്കിയുള്ളത് ചെയ്യുള്ളൂ. ഇത് വലിയൊരു സക്സസ് ആയി മാത്രമാണ് ഈ മൂപ്പര് 4-5 പടങ്ങളൊക്കെ എടുക്കുള്ളൂ എന്നുള്ളത്. കാരണം ഇതിന് വേണ്ടിയിട്ട് മൂപ്പര് കുറേ സ്പെൻഡ് ചെയ്തു. ഇത് തന്നെയായിരുന്നു മൂപ്പരുടെ കുറേ ലൈഫിലും. എനിക്ക് മൂപ്പരൊന്ന് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഒരു ടെർമിനേറ്റർ പോലെയൊക്കെ മൂപ്പര് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇത് ഈ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. സോ ഫയർ ആൻഡ് ആഷ് എങ്ങനെ ഉണ്ടാവും നമുക്ക് 19-ാം തീയതി അറിയാം. ആൻഡ് ഇതിന് മറ്റൊരു പ്രത്യേകത, അതായത് ഫയർ ആൻഡ് ആഷിന്റെ ഇന്റർവെല്ലിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഇല്ലേ, അതിന്റെ ട്രെയിലർ ഇടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ പടം എന്തോ ആയിക്കോട്ടെ, അതിന്റെ ട്രെയിലർ കാണാനെങ്കിലും നമുക്ക് ഈ പടത്തിന് പോകാം. ഐമാക്സ് റിലീസ് ഒക്കെ ഉണ്ടാവും ഈ ഒരു പടത്തിന് എന്നുള്ളത് തീർച്ചയാണ്. ദെൻ 19-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ദി ഗ്രേറ്റ് ഫ്ലഡ് എന്ന് പറഞ്ഞൊരു കൊറിയൻ ചിത്രം ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ ട്രെയിലർ കുറച്ച് മുമ്പേ ഇറങ്ങിയതായിരുന്നു. അന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ്. കാരണം കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ഉള്ള റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ദെൻ 24-ാം തീയതി ദി പ്ലേഗ് എന്ന് പറഞ്ഞ ഒരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ജോയൽ എഡ്ഗർട്ടനൊക്കെയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ദെൻ ഡിസംബർ 25-ലാണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 പുറത്തിറങ്ങുന്നത്. പക്ഷേ നമുക്കിവിടെ 26-ാം തീയതി ആയിരിക്കും. 25 എന്ന് പറയും ക്രിസ്മസ് റിലീസ് എന്ന് പറഞ്ഞിട്ട്. സോ 26-ാം തീയതി രാവിലെ അറൗണ്ട് ഒരു 6-6:30 ആയിരിക്കും നമ്മുടെ ഇവിടെ സീസൺ 5ന്റെ ബാക്കി 3 എപ്പിസോഡുകൾ പുറത്തിറങ്ങുക. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് ന്യൂ ഇയറിന്റെ അന്നുണ്ട്, അത് പറയാം. ദെൻ 25-ാം തീയതി ഇത് കൂടാതെ അനോക്കോണ്ട എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു റീബൂട്ടാണ്. ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മൾ വിചാരിച്ച ആ ഒരു സീരിയസ്നെസ് ഇല്ലാത്തൊരു പടം എന്നുള്ള രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ആക്ഷൻ കോമഡി ജോണറിൽ ഒരുപക്ഷെ ഐ തിങ്ക് ഒരു നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് കണ്ടറിയാം. ജാക്ക് ബ്ലാക്കും നമ്മുടെ പോൾ റെഡൊക്കെയാണ്. സോ അവരുടെ ഒരു കോംബോ അടിപൊളിയാണ്. ആൻഡ് ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു ഫ്രാഞ്ചൈസ് ആണ്. അതിൻ്റെ ഒരു റീബൂട്ടാണ്. പക്ഷെ അതിന് വേറെ രീതിയിൽ അല്ലെങ്കിൽ ജോണർ തന്നെ ബെൻഡ് ചെയ്തിട്ടുള്ള റീബൂട്ടാണ്. സോ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമുക്ക് കണ്ടറിയാം എങ്ങനെയുണ്ട് അതിൻ്റെ ടേക്ക് എന്നുള്ളത്. ദെൻ 25-ാം തീയതി തന്നെ ലാലേട്ടൻ ചിത്രമായി വൃഷഭ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് തെലുങ്കിലും മലയാളത്തിലും കൂടെ റിലീസ് ചെയ്യുന്ന ഒരു ബൈലിംഗ്വൽ പീരിയഡ് ഫാന്റസി മൂവിയാണ്. ദെൻ 25-ാം തീയതി ഇക്കിസ് എന്ന് പറഞ്ഞൊരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ കന്നഡയിൽ നിന്നും കിച്ചാസുദേവിന്റെ മാർക്ക് എന്ന് പറഞ്ഞ പടവും, മലയാളത്തിൽ നിന്നും നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്ന സർവ്വമായി എന്ന് പറഞ്ഞ ചിത്രം. നിവിൻ പോളിയും നമ്മുടെ അജു വർഗീസും കൂടി ആ ഒരു കോംബോ റിട്ടേണിംഗ് ആണ്. കുറച്ചൊക്കെ പ്രതീക്ഷയുണ്ട്. കാരണം ഒരു കംബാക്ക് വേണമെന്ന് ഉള്ളൊരു പടമാണ്
കുറേ പടങ്ങൾ നമ്മൾ കണ്ടു. വൻ ഫ്ലോപ്പായ സിനിമകൾ. ഒടിടിക്ക് പോലും വേണ്ടാത്ത കുറേ സിനിമകൾ നിവിൻ പോളിയുടെ കയ്യിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. ഒരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ആക്ടറിനെ തിരിച്ചു കിട്ടണം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഈ പടങ്ങൾ മാത്രം ഇഷ്ടമല്ലാത്തുള്ളൂ. 100 പടങ്ങൾ ചെയ്തത് നമ്മൾ കോറയാണെന്ന് തന്നെ പറയും. അല്ലാതെ ഇത് നല്ല പടങ്ങൾ ചെയ്തത് നല്ലതെന്ന് പറയും. ഐ തിങ്ക് ഇതൊരു നല്ല പടമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ 27-ാം തീയതി ഇത് കോപ്പൻഹാഗൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഒരു സൈഫൈ സ്പൈ ത്രില്ലർ സീരീസാണ്. നമ്മുടെ സിമു ലിയോക്കാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ദെൻ 31-ാം തീയതി, അതായത് 31-ാം തീയതി പറയും ന്യൂ ഇയറിന്റെ രാത്രി എന്നൊക്കെ പറഞ്ഞു. നമുക്കിവിടെ 1-ാം തീയതി, അതായത് 1-ാം തീയതി രാവിലെ പുലർച്ചെ ആയിരിക്കും 6:30 സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5ന്റെ ഫൈനൽ എപ്പിസോഡ്. അതായത് ഫിനാലെ സീസണിന്റെ ഏറ്റവും ഫിനാലെ എപ്പിസോഡ്. ഐ തിങ്ക് ആ എപ്പിസോഡ് തന്നെ ഒരു 2 മണിക്കൂറിന്റെ ലെങ്ത് ഉണ്ട്. സോ സ്ട്രേഞ്ചർ തിങ്സ് അതോടെ തീരും. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു 4 എപ്പിസോഡ് കിടിലനായിരുന്നു. ഈ ബാക്കിയുള്ള 3ഉം ഈ 1ഉം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ബാക്കിയുള്ളതൊക്കെ ജനുവരിയിൽ ഒരുപാട് ലൈനപ്പ് ഉണ്ട്. ജനുവരി തുടക്കത്തിൽ തന്നെ ഈ വിജയ് ചിത്രം ഉൾപ്പെടെ വലിയ വലിയ കുറേ സിനിമകൾ നമുക്ക് റിലീസ് ചെയ്യാനുണ്ട്. സോ ഡിസംബറിൽ ഈ ഇറങ്ങുന്ന സിനിമകളും സീരീസുകളിൽ തന്നെ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത്, സീരീസ് ഏത് എന്നുള്ളത് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.